സൈന്യത്തിന് ഫ്രീ ഹാൻഡ് കൊടുക്കുക, എന്തും ചെയ്തുകൊള്ളൂ, രാജ്യത്തിൻ്റെ അഭിമാനം മാത്രം സംരക്ഷിച്ചാൽ മതി എന്ന് പറയുക. ഇത് ലോകത്തിലെ ഒരു ഭരണാധികാരിക്കും, ഒരു പ്രധാനമന്ത്രിക്കും, ഒരു പ്രസിഡന്റിനും സാധ്യമാവാത്ത കാര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തത്. ഇന്നേക്ക് കൃത്യം ഒരു വർഷം മുമ്പ് ഓപ്പറേഷൻ സിന്ദൂറിൽ അങ്ങനെ സൈന്യം തിരിച്ചടിച്ചത് കൊണ്ടാണ് ഇന്ന് ഭീകരവാദത്തിന് ഏറ്റവും ശക്തമായ മറുപടി കൊടുത്ത രാജ്യമായി ഇന്ത്യ നിൽക്കുന്നത്. ഇത് ഭാരതത്തിൻ്റെ യശസ്സിനെ ഉയർത്തിയിട്ടില്ലേ സർ? ലോകത്ത് സമാനതകളില്ലാതെ ജനാധിപത്യപരമായി ഭീകരവാദത്തിനെതിരെ അതിശക്തമായ തിരിച്ചടി നൽകിയത് ഇന്ത്യയാണ്. ഇപ്പോൾ അമേരിക്ക ഇറാനെതിരെ യുദ്ധം ചെയ്യുന്നു. അമേരിക്ക ഒരു ഘട്ടത്തിൽ ഇറാഖിൽ തീവ്രവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഭീകരവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് അഫ്ഗാനിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിലൊക്കെ പല ഘട്ടങ്ങളിൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഭീകരവാദത്തിനെതിരെ വലിയ തരത്തിൽ ഞങ്ങൾ നടപടികൾ സ്വീകരിക്കുന്ന രാജ്യമാണ് എന്ന് അമേരിക്ക നിരന്തരമായി പറയുന്ന രാജ്യമാണ്. പക്ഷെ അവരെല്ലാം ചെയ്യുന്നത് സിവിലിയൻസിന് അപകടമുണ്ടാകുന്ന തരത്തിൽ, സാധാരണക്കാർക്ക് നഷ്ടമുണ്ടാകുന്ന തരത്തിൽ, പൊതുജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ, ലോകക്രമത്തെ ബാധിക്കുന്ന തരത്തിൽ. ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ, ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ, അമേരിക്കയുടെ ഇടപെടൽ, ഇതെല്ലാം ലോകത്തിലെ സാമ്പത്തിക ക്രമത്തെ ബാധിക്കാൻ, ഒരു സംവിധാനത്തെയും ബാധിക്കാതെ, ഒരു നഷ്ടവുമില്ലാതെ തീവ്രവാദ ക്യാമ്പുകളെ തെരഞ്ഞു പിടിച്ച് 100-ലധികം വരുന്ന തീവ്രവാദ ക്യാമ്പുകളെ തകർത്ത് തരിപ്പണമാക്കി നിരവധിയായിട്ടുള്ള ഭീകരവാദികളെ നിരന്തരമായിട്ട് വേട്ടയാടൽ നടത്തി അവരുടെ പ്രവർത്തനത്തിന് സമാപ്തി കുറിച്ചു. ഇന്ത്യയുടെ ഇടപെടൽ എന്ന് പറയുന്നത് സമാനതകളില്ലാത്തതാണ്. അത് ഒരു പക്ഷേ പാകിസ്ഥാൻ സ്വപ്നത്തിൽ കാണാത്ത കാര്യമാണ്. നിരന്തരമായി കള്ളപ്രചരണം നടത്തി. ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയതിൻ്റെ ആദ്യത്തെ ഒരാഴ്ച പാകിസ്ഥാൻ നടത്തിയത് ഇന്ത്യ അങ്ങനെ ഒരു അക്രമമേ നടത്തിയിട്ടില്ല എന്നുള്ള പ്രചരണമാണ്. പിന്നീട് അത് അക്രമം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി അത് ഉണ്ട് എന്ന് സമ്മതിച്ചുകൊണ്ട് പറഞ്ഞത് ഞങ്ങളുടെ രാജ്യത്തെ സാധാരണക്കാരെ കൊന്നൊടുക്കുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം ഒന്നൊന്നായി ലോകത്തിൻ്റെ മുൻപിൽ പറഞ്ഞ ഈ കള്ളങ്ങളെല്ലാം ഒന്നൊന്നായി പാകിസ്ഥാന് പിൻവലിക്കേണ്ടി വന്നു. മറ്റൊന്ന്, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ സമ്മർദ്ദ തന്ത്രങ്ങൾ. പാകിസ്ഥാൻ എടുത്ത അമേരിക്ക അടക്കം എന്ന് ഞാൻ പറയാൻ കാരണം, പല ഘട്ടങ്ങളിലായി നമ്മുടെ രാജ്യത്തെ ചെറുതും വലുതുമായ രീതിയിൽ ആ ഘട്ടത്തിൽ ഒറ്റപ്പെടുത്താനും അതല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഒരുക്കാനുമുള്ള ശ്രമങ്ങൾ നടന്നു. പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് നീണ്ടുനിന്ന ഓപ്പറേഷൻ സിന്ദൂർ നീണ്ടുനിന്ന ഓരോ നിമിഷവും ഓരോ ദിവസവും കൃത്യമായി ലക്ഷ്യം വച്ച് കൃത്യമായ സാധ്യതകളൊരുക്കി ഒരു പിഴവുമില്ലാതെ പൂർത്തിയാക്കി വിജയശ്രീലാളിതരായി ഇന്ത്യൻ സൈന്യം തിരിച്ചു വരികയും ഇന്ത്യൻ സൈന്യത്തിൻ്റെ കെൽപ്പും ശേഷിയും അത് പൂർണ്ണമായും നമ്മൾ അറിയുകയും ലോകത്തെ അറിയിക്കുകയും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വതന്ത്രമായിട്ടുള്ള നമ്മൾ വികസിപ്പിച്ച നമ്മുടെ ആയുധവും നമ്മുടെ ഇടപെടലുകളും ഒക്കെ ലോകത്തിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തൊരു പ്രധാനപ്പെട്ട ഇടപെടലായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത്. ലോകം തരിച്ചു നിന്നത് മറ്റ് പല രാജ്യങ്ങളും യുദ്ധം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഭീകരവാദത്തെ അടിച്ചമർത്താൻ എന്ന് പറഞ്ഞ് നടത്തുന്ന മറ്റൊരു രാജ്യത്തിനെതിരെയുള്ള ആക്രമണം അങ്ങനെ ആയിരുന്നില്ല നമ്മൾ ലോകത്തിൻ്റെ മുൻപിൽ നടത്തിയത്. ഓരോ ദിവസവും നമ്മൾ അതിനെ തിരഞ്ഞെടുത്ത നടപടി, നമ്മളതിന് എടുത്ത നിലപാടുകൾ, നമ്മൾ ലോകത്തോട് പറഞ്ഞ കാര്യങ്ങൾ, അതെല്ലാം പിന്നീട് ഒരു പക്ഷേ ഭീകരവാദ ക്യാമ്പുകൾക്ക് നേരെ, ഭീകരവാദ പ്രവർത്തനത്തിനെതിരെ മാതൃകാപരമായി ലോകത്ത് നടന്ന ഒരു കൃത്യമായ ഇടപെടൽ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ നടപടിയാണ്. ഒരു സിവിലിയൻ പോലും പാകിസ്ഥാന് നഷ്ടപ്പെട്ടതായി അവരുടെ റിപ്പോർട്ടിൽ പോലുമില്ല, പാകിസ്ഥാൻ്റെ റിപ്പോർട്ടിൽ പോലുമില്ല. അവർ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആളുകൾ മുഴുവൻ തന്നെ ഭീകരവാദ ക്യാമ്പുകൾ നടത്തിയിരുന്ന, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് തീവ്രവാദികളെ അയച്ചിരുന്ന, തീവ്രവാദ പരിശീലനം നടത്തിയിരുന്ന കേന്ദ്രങ്ങളും ആയുധ ശേഖരങ്ങളും ആയുധ സംഭരണശാലകളും മാത്രമാണ്. കിരാന ഹിൽസ്, അതാണല്ലോ ഏറ്റവും ചർച്ച ചെയ്ത പ്രശ്നമുണ്ടായത്. ഇന്ത്യ ആണവ ശേഷിയെ തകർക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇന്ത്യ ആണവ വികിരണത്തിന് ശ്രമം നടത്തി വലിയ അപകടത്തിലേക്ക് ലോകത്തെ നയിക്കാൻ ശ്രമിച്ചു. ഇതാണ് ആദ്യത്തെ പ്രചരണം ഉണ്ടായത്. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ അതിൽ ആശങ്ക പ്രകടിപ്പിച്ചു, വലിയ ചർച്ചകൾ നടത്തി. ഇന്ത്യക്കെതിരെ ചില മാധ്യമങ്ങൾ, നമുക്ക് തുറന്നു പറയാതിരിക്കാൻ വയ്യ, ചില മാധ്യമങ്ങളടക്കം അർത്ഥം വച്ചും ഇന്ത്യൻ ഭരണ സംവിധാനത്തിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലും പ്രചരണങ്ങൾ നടത്തി. ഇവിടുത്തെ സോഷ്യൽ മീഡിയകൾ അതിശക്തമായി പാകിസ്ഥാനെ അനുകൂലിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടിയാണെന്ന് പറഞ്ഞ് നിരന്തരമായി പോസ്റ്റിട്ട ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്, നിരന്തരമായി പ്രചരണം നടത്തിയ ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് കിരാന ഹിൽസിൻ്റെ പ്രശ്നം വന്ന സമയത്ത് പോലും ഒരു തരത്തിലുള്ള ആശങ്കക്കും ഇടയില്ലാത്ത വിധം അതിൽ കൃത്യമായ ലക്ഷ്യം കൊണ്ട മറുപടി,
അതാരാണോ ഓൺ ചെയ്യുന്നത് അവർക്കടക്കം നൽകുന്ന സാഹചര്യമുണ്ടായി. അതിൽ ബോധ്യപ്പെട്ടു, ലോകത്തിന് ബോധ്യപ്പെട്ടു, ഈ തരത്തിലുള്ള ഏത് തീവ്രവാദത്തെയും ഇല്ലാതെയാക്കാൻ, തുടച്ചു നീക്കാൻ കെൽപ്പുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. മറ്റൊരാൾക്കും നഷ്ടമുണ്ടാക്കാതെ, നാശമുണ്ടാക്കാതെ, സാധാരണക്കാർക്ക് പ്രശ്നങ്ങളില്ലാതെ. ഇന്ന് ലോകത്ത് നടക്കുന്ന പല തർക്കങ്ങളും, സാധാരണക്കാരെ അക്രമങ്ങൾ, അല്ലെങ്കിൽ ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാനെന്നുള്ള പേരിൽ നടക്കുന്ന യുദ്ധങ്ങൾ, ഇടപെടലുകൾ എല്ലാം സാധാരണക്കാരെ ബാധിക്കുന്നുണ്ട്, സാമ്പത്തികപരമായി ബാധിക്കുന്നുണ്ട്, ലോകത്തിലെ രാജ്യങ്ങളുടെ സാമ്പത്തിക ക്രമങ്ങളെ ബാധിക്കുന്നുണ്ട്, ഇടപെടലുകളെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് അടക്കുന്നതോടുകൂടി എത്ര രാജ്യങ്ങളുടെ സാമ്പത്തിക ഇടപെടലുകളാണ് അവതാളത്തിലാകുന്നത്, താളം തെറ്റുന്നതും തകിടം മറിയുന്നതും ഒക്കെ. ഇതൊന്നുമില്ലാതെ മറ്റൊരു രാജ്യത്തിൻ്റെ ഇടപെടലിന് സാധ്യത ഒരുക്കാതെ, എന്നാൽ അതേസമയം നമ്മുടെ രാജ്യം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ പാകിസ്ഥാനിലെ സാധാരണക്കാർ അംഗീകരിച്ചു എന്നുള്ളതാണ്. സാർ, ഇത് ഹോർമൂസ് പറഞ്ഞു വന്നപ്പോഴേ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. അതായത് അമേരിക്കയും ഇസ്രായേലും ശ്രമിച്ചത് ഓപ്പറേഷൻ സിന്ദൂറിന് സമാനമായ ഒരു ആക്രമണം നടത്തി പേരെടുക്കുക എന്നുള്ളതായിരുന്നു. അതായത് ഏതാണ്ട് ഒരു 100 മണിക്കൂർ കൊണ്ട് യുദ്ധം അവസാനിപ്പിച്ച് ലോകത്തിന് മുന്നിൽ ഞങ്ങളിതാ ഇന്ത്യക്കാർ വലിയ ശക്തിയാണ്, ഞങ്ങൾ കണ്ടില്ലേ തീർത്തത് എന്ന് പറഞ്ഞ് കാണിക്കാനാണ്. പക്ഷേ പാളിപ്പോയി. ഇന്ത്യ പക്ഷേ ഒരു പ്രിസിഷനായിട്ടുള്ള സ്ട്രൈക്കുകൾ കൊണ്ട് കൃത്യമായിട്ട് ഈ പ്രശ്നത്തെ പരിഹരിച്ചു എന്ന് മാത്രമല്ല, അതിൽ വലിയ വിജയം നേടുകയും ചെയ്തു എന്നുള്ളത് അത് നരേന്ദ്രമോദിയുടെ മിടുക്കല്ലേ? അമേരിക്കൻ ഭരണകൂടത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നടത്തുന്ന ഇടപെടലുകൾ അവർ ഈ തരത്തിൽ അവരുടെ ഒരു നയതന്ത്രപരമായ വിജയത്തിൻ്റെ ഭാഗമായി കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചതെങ്കിലും അതിൽ സ്വാഭാവികമായി സംഭവിച്ചത് പാളിപ്പോയി എന്നുള്ളതാണ്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന് അവരുടെ കോൺഗ്രസിൽ ബോധ്യപ്പെടുത്തേണ്ടി വന്നു അമേരിക്ക യുദ്ധം ചെയ്യുന്നില്ല എന്ന്. 45 ദിവസം കഴിഞ്ഞപ്പോൾ അമേരിക്ക യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറയേണ്ടി വന്നു. സ്വാഭാവികമായും നമ്മുടെ ഭരണകൂടം ചെയ്തത്, ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്, ഇന്ത്യ ഗവൺമെൻറ് ചെയ്തത് പ്രിസൈസ് ആയിട്ടുള്ള കൃത്യമായ ഇടപെടലുകൾ, കൃത്യമായ നയതന്ത്രം, കൃത്യമായ ലോകത്തിനോടുള്ള വിളിച്ചു പറയാനുള്ള കാര്യങ്ങൾ ആരാണ് പറഞ്ഞത് എന്നുള്ളതാണ്. ട്രംപ് ഓരോ ദിവസവും പറഞ്ഞല്ലോ, ഞങ്ങൾ പാകിസ്ഥാനിൽ ഇടപെട്ടു, ഞങ്ങൾ ഇന്ത്യയിൽ ഇടപെട്ടു, ഞങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചു. ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഭരണാധികാരിയോ, ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു മന്ത്രിയോ, പ്രധാനമന്ത്രിയോ, ഒരു ഭരണ സംവിധാനമോ അങ്ങനെ പറഞ്ഞോ? ഇല്ലല്ലോ. അതിനെ നിഷേധിച്ചുമില്ല, അംഗീകരിച്ചുമില്ല. ഒടുവിൽ ട്രംപിന് തന്നെ അത് പിൻവലിച്ചോടേണ്ട സാഹചര്യമുണ്ടായി. നമ്മുടെ സൈനിക നടപടികളുടെ മുഴുവൻ വിശദീകരണവും നടത്തിയത് സൈനിക നടപടികൾക്ക് നേതൃത്വം കൊടുത്ത സൈന്യത്തിൻ്റെ പ്രതിനിധികൾ തന്നെയാണ്. നമ്മൾ കണ്ടതല്ലേ, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ എല്ലാ വിവരങ്ങളും ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത് സൈനിക നേതൃത്വമാണ്, ഭരണ നേതൃത്വമല്ല. സ്വാഭാവികമായും ട്രംപ് ചെയ്തതുപോലെയാണെങ്കിൽ, പാകിസ്ഥാൻ ചെയ്തതുപോലെയാണെങ്കിൽ, മറ്റ് രാജ്യങ്ങൾ ചെയ്യുന്ന പോലെയാണെങ്കിൽ ഭരണ നേതൃത്വത്തിനത് അവകാശവാദങ്ങൾ എടുക്കാമല്ലോ. ഭരണ നേതൃത്വമല്ലല്ലോ സൈനിക നടപടികളുടെ അവകാശവാദങ്ങൾ എടുത്തത്, അതിൻ്റെ നടപടികളെക്കുറിച്ച് വിശദീകരിച്ചത്, അതിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് കൊടുത്തെല്ലാം സൈനിക നേതൃത്വമാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൽ നമ്മൾ എടുത്ത മാതൃകാപരമായ നടപടി ലോകത്തിൽ ഒരു രാജ്യവും അടുത്ത കാലത്ത് എടുത്തിട്ടില്ല, കൊണ്ടു നടന്നിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ കെടുതിയാണ് ഇസ്രായേലും ഇറാനും അമേരിക്കയുമൊക്കെ കഴിഞ്ഞ 2 മാസത്തിലധികമായി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ലോകത്തിലെ ഒരു രാജ്യത്തിനും സാമ്പത്തിക ഇടപാടുകളുടെ കാര്യത്തിൽ, ചരക്ക് നീക്കത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇപ്പോൾ ലോകക്രമത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ലോക സാമ്പത്തിക ക്രമത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ നിലപാടുകൾ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ നയമില്ലായ്മയും നയരാഹിത്യത്തിൻ്റെ പ്രധാനപ്പെട്ട സാഹചര്യങ്ങളുമാണ്. ഇതെവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നു? ഇപ്പോൾ ഇടതുപക്ഷ ബുദ്ധിജീവികളും ഇടതുപക്ഷ നേതാക്കന്മാരും കോൺഗ്രസുമൊക്കെ നിരന്തരമായി നമ്മുടെ രാജ്യത്ത് പ്രചരിപ്പിക്കുന്നത് എന്താണ്? നമുക്ക് ഹോർമസ് കടലിടുക്കിലൂടെ നമ്മുടെ നയതന്ത്രം വികസിപ്പിക്കാൻ കഴിയുന്നില്ല. ഇന്ത്യക്ക് മാത്രമാണ് അവിടെ കടന്ന് കപ്പലുകൾ പോരാനുള്ള സാഹചര്യമുള്ളത്, മറ്റൊരു രാജ്യത്തിനും അതിന് കഴിയുന്നില്ല. ചൈന അടക്കം അതിനകത്ത് ഇടപെടാൻ വേണ്ടി കഴിയാത്ത സാഹചര്യത്തിൽ നിൽക്കുകയാണ് പല ഘട്ടങ്ങളിലും. ചില സാഹചര്യങ്ങളിൽ അവർ തുറന്നു കൊടുക്കുമ്പോൾ മാത്രം പോകുന്ന കപ്പലുകൾ ഒഴിച്ചാൽ സ്വതന്ത്രമായി ആ സാഹചര്യം ഉപയോഗിക്കാൻ കഴിഞ്ഞ് നയതന്ത്രം വിജയിപ്പിക്കാൻ കഴിഞ്ഞ് നമ്മുടെ രാജ്യത്തിന് മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായും ഉള്ളതിനെ ഇല്ല എന്ന് പറയുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചും ഇടതുപക്ഷത്തെ സംബന്ധിച്ചും ഇവിടെ സൃഷ്ടിക്കുന്ന ഒരു നരേറ്റീവിൻ്റെ ഭാഗമാണ്. അത് ഓപ്പറേഷൻ സിന്ദൂറിൽ തകർന്നു പോയിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, നമ്മുടെ രാജ്യം മാത്രമല്ല ലോകരാജ്യങ്ങൾ അംഗീകരിച്ചു, നമ്മുടെ ലക്ഷ്യത്തെ അംഗീകരിച്ചു, നമ്മുടെ മാർഗത്തെ അംഗീകരിച്ചു, നമ്മുടെ രീതികളെ അംഗീകരിച്ചു, നമ്മുടെ പ്രവർത്തനത്തെ അംഗീകരിച്ചു. മറ്റൊന്ന് പാകിസ്ഥാനും അംഗീകരിച്ചു. പാകിസ്ഥാനിലെ ജനങ്ങൾ ബലൂചിസ്ഥാനുമായി ബന്ധപ്പെട്ട പ്രശ്നം വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഇട്ടിട്ട് ഓടേണ്ട സാഹചര്യം ഉണ്ടായത്? ആ രാജ്യത്തെ ജനങ്ങൾ
പാകിസ്ഥാനെതിരെ തിരിയുന്ന സാഹചര്യമുണ്ട്. എത്രയോ ദിവസങ്ങളാണ് ബലൂചിസ്ഥാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾക്ക് പാകിസ്ഥാനിൽ വിധേയമാകേണ്ടി വന്നത്. അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ എന്തുകൊണ്ടാണ് അതിർത്തി തർക്കത്തിൽ പ്രശ്നങ്ങളുണ്ടായത്? അപ്പോൾ സ്വാഭാവികമായും ആ രാജ്യവും പ്രതിസന്ധിയിലേക്ക് മാറി, പാകിസ്ഥാൻ പ്രതിസന്ധിയിലേക്ക് മാറി. അത് ഇന്ത്യയുടെ നിലപാടാണ്. അവിടെ സാധാരണക്കാർ കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ ഇന്ത്യക്കെതിരെ അവർ ഒന്നിക്കുമായിരുന്നു, ഇന്ത്യക്കെതിരെ പ്രചരണമുണ്ടാകുമായിരുന്നു. UN പോയല്ലോ. UN നടപടികളിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ UN ഇന്ത്യക്കെതിരെ ഒരു പ്രമേയം കൊണ്ടുവരാൻ കഴിഞ്ഞു? ഇന്ത്യക്കെതിരെ ഒരു അക്ഷരം ശബ്ദിക്കാൻ ഒരു ലോകരാജ്യത്തിനും കഴിഞ്ഞില്ലല്ലോ, ഒരു രാജ്യത്തിന് പോലും കഴിഞ്ഞില്ലല്ലോ. പാകിസ്ഥാൻ്റെ എല്ലാ ഈ തരത്തിലുള്ള ഇടപെടലുകളെയും തകർത്ത് തരിപ്പണമാക്കാൻ അത് കേന്ദ്ര ഗവൺമെൻറ്റിനെ നയിക്കുന്ന ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള നേതൃത്വവും കൂട്ടായ നേതൃത്വവും സൈനിക നേതൃത്വവും ഒറ്റ ചരടിൽ നിന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവ് പോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4N പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.